ഈ അശ്വത്ഥാമാവ് ഒരു കുട്ടി പാല് കുടിച്ച് ഈ കളിയുടെ ഇടയിൽ ഇവനെ വീട്ടിലേക്ക് വിളിച്ചു. അമ്മ വിളിച്ചു, വാടാ ഇവിടെ വാ, ഇത് കുടിച്ചിട്ട് പോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് ഈ കുട്ടി ഓടിപ്പോയി. അങ്ങനെ പാല് കുടിച്ച്, ഇവിടെ കളിയുടെ തിരക്കാണല്ലോ, ഓടി വരികയാണ് പാലും കുടിച്ചിട്ട്. അപ്പൊ ഇവന്റെ ചുണ്ടിൽ ഇങ്ങനെ രണ്ട് ഭാഗത്തായിട്ട്, ഈ കുട്ടികൾ അങ്ങനെയാണല്ലോ എപ്പോഴും, ഈ കുടിച്ച പാലിന്റെ ഭാഗങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ അശ്വത്ഥാമാവ് ചോദിച്ചു, നിന്റെ ചുണ്ടിൽ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന്. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ പാല് കുടിച്ചതാണ്. പാലോ? അതെന്താണ്? പാവ, ഇവൻ ജന്മത്ത് പാല് കുടിച്ചിട്ടില്ല, അമ്മയുടെ പാലല്ലാതെ. അപ്പൊ ഇവര് ചട്ടം കെട്ടി, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ അരിമാവ് കലക്കി കുടിപ്പിക്കാം. പാവം, ഇവന് ഈ അരിമാവ് കലക്കി, വെള്ള കളറല്ലേ, അരിമാവ് കലക്കിയിട്ട് ഇവന് കൊടുത്തു. ഇവൻ പാവം, ഇത് പാലാണ്, ഈ പാല് കുടിച്ചാൽ ഊർജ്ജം ഉണ്ടാവും ഇവനറിയാം, നല്ല ശക്തി വരുന്നു. കുട്ടികളെങ്ങനെ പലതും പറഞ്ഞു നമുക്ക് പറ്റിക്കാമല്ലോ അല്ലേ? കൊടുക്കുമ്പോ നമ്മൾ അങ്ങനെയല്ലേ, ദേ മസിൽ വരട്ടെ, നോക്കട്ടെ മസിൽ ഇതാ വന്ന് കണ്ടോ, ആ കുട്ടിക്കുമ്പോ തന്നെ മസിൽ വന്നത്, അവ കുടിക്കും, നന്നായി കുടിക്കും. അപ്പൊ ഈ അരിമാവ് കലക്കി കൊടുത്തപ്പോ ഇവനത് കുടിച്ചു, ശക്തി ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഇവനത് കുടിച്ചിട്ട് ഇവന്റെ ധാരണ ഇവന് ശക്തി ഉണ്ട് എന്നാ. അപ്പൊ ഇവരെല്ലാവരും പരിഹസിക്കാനും ചിരിക്കാനും കളിയാക്കാനും ഒക്കെ തുടങ്ങി. ഇവൻ വീട്ടിൽ വന്ന് ഇത് പറഞ്ഞു. കൃതിക്കും ഭയങ്കര സങ്കടമായി, ദ്രോണർക്കും. ഈ വൃത്തികെട്ടവന്മാരെയാണല്ലോ ഞാൻ ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് കരുതി ഇവരിവിടുന്ന് പെട്ടിയും പ്രമാണവും എടുത്ത് ഇവർ പോവുകയാണ്. ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോവാൻ തീരുമാനിച്ചപ്പോഴാണ് മൂപ്പർക്ക് പണ്ട് ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്ത ദ്രുപദനെ കുറിച്ച് ഓർമ്മ വന്നത്. ഇദ്ദേഹം എന്തായാലും രാജാവൊക്കെ ആണല്ലോ, അവിടെ പോയി മുഖം കാണിക്കാം, അവിടെ എന്തെങ്കിലും കഴിഞ്ഞുകൂടാം. അവിടെ ചെന്നപ്പോണ്ടല്ലോ ഈ പാറാവുകാരുണ്ടല്ലോ, അപ്പൊ ഈ പാറാവുകാരെ അവിടെ തടഞ്ഞു നിർത്തി. അപ്പൊ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്, പറഞ്ഞാൽ മതി, ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ മതി എന്ന്. അപ്പൊ മൂപ്പര് മട്ടുപ്പാവിന്റെ വാതിൽ തുറന്നിട്ട് നോക്കിയിട്ട് ദ്രുപദൻ ദ്രോണനെ നോക്കിയിട്ട് പറഞ്ഞു, എടോ നീ എന്ത് വിഡ്ഢിയാണെടോ, ഞാൻ പണ്ട് നിന്നോട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മളൊക്കെ സമക്കാരാണോ, നമ്മൾ അങ്ങനെ ഐക്യപ്പെടേണ്ടവരാണോ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിനെ അധിക്ഷേപിച്ചത് അദ്ദേഹത്തിന്, ദ്രോണർക്ക് വളരെ വേദന ഉണ്ടാക്കി. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഈ പറഞ്ഞതുപോലെ ഞാനൊന്ന് അക്കരെ എത്തട്ടെ, നിനക്ക് ഞാൻ വിസ, ആദ്യത്തെ വിസ നിനക്ക്, അത് കഴിഞ്ഞിട്ട് മറ്റവൻ എന്ന് പറഞ്ഞു പോയവൻ ടേപ്പ് റെക്കോർഡറും തൂക്കിയിട്ട് അല്ല